എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ബിഗ് ഹായ്. ഞങ്ങളിവിടെ എത്തിയിട്ട് ഇപ്പോൾ 1 മാസം ആവാറാവുന്നു. പക്ഷെ ഇതുവരെ സിഡ്നി കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബേസിക്കലി 2 കാരണമാണ്. ഒന്ന്, വീക്കെൻഡ്സ് ഒക്കെ ഞങ്ങൾ വീട് അറേഞ്ച് ചെയ്യലും സെറ്റപ്പ് ചെയ്യലും അങ്ങനത്തെ ബഹളമൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ കാരണം ഭയങ്കര ചൂടായിരുന്നു. സിഡ്നി വരെ പോയി വെയിലത്ത് നിൽക്കാനുള്ളത് പറ്റും എന്ന് തോന്നിയില്ല, അതുകൊണ്ട് പോയില്ല. പക്ഷെ ഇന്ന് നോക്കിയപ്പം വെതർ കുറച്ചും കൂടെ നല്ല വെതറാണ്. അത്ര ടെമ്പറേച്ചറൊന്നുമില്ല, ഒരു 23 ഒക്കെ ഉള്ളൂ. അപ്പോൾ അന്ന് സിഡ്നി ഇന്ന് കണ്ടേക്കാം എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ ഒരു കാർഡാണ്, ഒപ്പാൽ കാർഡ് എന്നാണ് ഇതിനെ പറയാം. ഇവിടുത്തെ എല്ലാ ട്രാവലിനും യൂസ് ചെയ്യാൻ. ഇവിടെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയില്ല. ബസ്സിൽ, ട്രെയിനിൽ, ഫെറിയിൽ എല്ലാത്തിനും ഈ കാർഡ് നമ്മൾ കയറുമ്പോൾ സ്വൈപ്പ് ഇൻ ചെയ്യുക, പുറത്ത് ഇറങ്ങുമ്പോൾ സ്വൈപ്പ് ഔട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടുത്തെ ട്രെയിനുകളൊക്കെ ഡബിൾ ഡെക്കർ ട്രെയിനുകളാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറണം എന്നൊക്കെ വെച്ചിട്ട് കയറിയത്. പക്ഷെ മുകളിൽ ഫുൾ ആൾക്കാർ, സീറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അങ്ങനെ സിഡ്നി സെൻട്രലെത്തി. ഞങ്ങൾ ഭയങ്കര ഒരു സ്ലോ ട്രെയിനിലാണ് വന്നത്. എന്ന് വെച്ചാൽ നിർത്തി ഒരു 40 മിനിറ്റ് എടുത്തു ഇവിടെ എത്താൻ. പക്ഷേ ശരിക്കും ഒരു ഇൻ്റർസിറ്റി ട്രെയിനിനൊക്കെ കയറുകയാണെങ്കിൽ 20 മിനിറ്റ്സേ എടുക്കുള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷേ ഇത് ഇരുന്നിരുന്ന് മടുത്തു. ട്രെയിനിന് എന്തോ ഈ റൂട്ടിൽ എന്തോ ഒരു പണി. അപ്പോൾ ഞങ്ങൾ സെൻട്രലിൽ ഇറങ്ങിയിട്ട് ഇനി ഈ അട്രാക്ഷൻസിൻ്റെ അവിടേക്കുള്ള ബസ് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ആ ഫ്രീ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഞങ്ങൾ സിഡ്നി സിറ്റിയിൽ കാലുകുത്തി. സിറ്റിയുടെ ലുക്കേ തന്നെ വേറെയാണ്. ഭയങ്കര വലിയ ബിൽഡിങ്സ്, എന്താ പറയുക, അമ്പരചുംബികൾ എന്നൊക്കെ പറയണ പോലത്തെ ഭയങ്കര ടോൾ ബിൽഡിങ്സ്. മൊത്തം ലുക്ക് മാറിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് സിഡ്നിയിലത്തെ മെയിൻ 2 അട്രാക്ഷനുകളാണ്. എന്താ പറയുക, ഇപ്പോൾ ലണ്ടനിൽ പോയിട്ടുണ്ടെങ്കിൽ ലണ്ടൻ്റെ ഐക്കണായിട്ട് പറയുന്ന 2 കാര്യങ്ങളാണ് ടവർ ബ്രിഡ്ജും ലണ്ടൻ ഐയും. അപ്പോൾ അതുപോലെ സിഡ്നിയുടെ ഐക്കൺ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ തന്നെ ഐക്കൺ എന്ന് നമുക്ക് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് സിഡ്നി ഹാർബർ ബ്രിഡ്ജും പിന്നെ ഒപ്പേറ ഹൗസും. ഇത് 2ആണ് ഇന്നത്തെ പ്ലാനിലുള്ളത്. ഞങ്ങൾ ആടിപ്പാടി നടന്ന് ഇവിടെ സിഡ്നി ഹാർബർ ബ്രിഡ്ജ് എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയാവാറായി. എന്നാൽ പിന്നെ ഇനി കഴിച്ചിട്ട് ആഘോഷമായി പോകാലോ എന്ന് വെച്ചിട്ട് മെക്ഡിയിൽ ഒരു ചെറിയ ബ്രേക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് സിഡ്നി ഹാർബറിലെത്തി. നിറയെ ബോട്ടുകൾ, പിന്നെ ഒരു വലിയ ഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഷിപ്പ്, ഒരു 6-7 നിലയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര വലിയൊരു ഷിപ്പ് കൂടെ കിടപ്പുണ്ട് ഹാർബറിൽ. ഇനി ഹാർബറിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഹാർബർ ബ്രിഡ്ജ്, സിഡ്നി ഹാർബർ ബ്രിഡ്ജ്, ആ ആർക്ക് പോലത്തെ ബ്രിഡ്ജ് ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ചെറുതായിട്ട്. അവിടേക്കാണ് ഇനിയത്തെ നടത്തം. ഇവിടെ ഈ സിഡ്നിയും അറൗണ്ട് സിഡ്നിയൊക്കെ ഫെറി കണക്റ്റഡ് ആണ്. ഫെറി കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പറാമട്ടേന്നൊക്കെ നമുക്ക് ഫെറി ഉണ്ട് സിഡ്നിയിലോട്ട് വരാനായിട്ട്. അപ്പം ഈ സിഡ്നി ഹാർബർ, ഇവിടെ ഈ സ്ഥലത്തിന് സർക്കുലർ ക്വേ എന്നാണ് പറയുക. ഇവിടെയാണ് ഈ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫെറികളെല്ലാം വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ നിറയെ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കണക്കുകൾ പറയുന്ന ഒരു വർഷത്തിൽ ഏകദേശം 1 കോടിയുടെ അടുത്ത് ആൾക്കാർ ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇത്ര അടുത്തുനിന്ന് കാണുന്നേ. എന്തൊരു വലുതാ. ഞാൻ ആലോചിക്കാം, ഇത്രയും വലിയൊരു ഷിപ്പ് കടലിക്കൂടെ തിരമാലകൾക്കിടയിലൂടെ ഇങ്ങനെ പോയി വേറൊരു രാജ്യത്തേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഇത്ര അടുത്തുനിന്ന് കാണുമ്പോൾ അതൊക്കെ ഒരു വണ്ടറായിട്ട് തോന്നുക. ഓരോ റൂമിനും ബാൽക്കണി ഒക്കെ ഉണ്ട്, ഒരു കുഞ്ഞു ടേബിളും ചെയർസ് ഒക്കെ ഇട്ടിട്ട്. ഇപ്പൊ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കാണുന്നുണ്ടാവും ഹാർബർ ബ്രിഡ്ജിന്റെ. അപ്പോൾ ഹാർബർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിഡ്നി ഹാർബറിന്റെ അക്രോസ് ഉള്ളൊരു സ്റ്റീൽ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ റെയിൽവേ ഉണ്ട്, പിന്നെ നോർമൽ റോഡ് വെഹിക്കിൾസ് പോവാൻ, പിന്നെ സൈക്കിൾസ് പോവാൻ, പെഡസ്ട്രിയൻസിനുള്ളൊരു വേ, ഇതൊക്കെ അതിന്റെ മുകളിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല അതിന്റെ മുകളിലേക്ക്. ഇപ്പൊ ശരിക്കും ബ്രിഡ്ജ് കാണാൻ പറ്റുന്നില്ലേ, ശരിക്കും ആ ഷേപ്പ്. അപ്പൊ ഇതിന്റെ പെറ്റ് നെയിം ആയിട്ട് പറയാണ് കോട്ട് ഹാങ്ങർ എന്ന് തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ ഹാങ്ങറിന്റെ ഷേപ്പ് ഇല്ലേ, അതുകൊണ്ട് പിന്നെ കോട്ട് ഹാങ്ങർ എന്നാണ് പറയാറ്. ഇനി ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് എന്തായാലും പറയണല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലമാകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 134 മീറ്റർ, വിച്ച് ഈസ് ലൈക്ക് 440 അടി പൊക്കമുണ്ട്. വാട്ടർ ലെവലിൽ നിന്ന് അതിൻ്റെ ടോപ്പ് പോയിന്റ് വരെ നോക്കുവാണെങ്കിൽ അത്രയും പൊക്കമുള്ള ഒരു ബ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ ഈ ആർച്ച് ഷേപ്പിലുള്ള ബ്രിഡ്ജുകളിൽ ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബ്രിഡ്ജാണിത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1923-ലാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീരുന്നത് 1932-ലാണ് ഈ ഒരു ബ്രിഡ്ജ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് 23 to 32 എന്ന് പറയുമ്പോൾ 9 വർഷം എടുത്തിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാം. നോർമലി ഒരു ബ്രിഡ്ജിന് മേലെ നടക്കുന്ന പോലെയുള്ള ഇത് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ബ്രിഡ്ജിന്റെ ആർച്ചില്ലേ, ആ ആർച്ചിന്റെ മുകളിൽ കൂടെ നടന്ന് നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്നുവെച്ചാൽ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ അതുമല്ല, ഞങ്ങളിപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ കൂടെ കയറാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ പ്രിപ്പറേഷനും അത് കയറി ഇറങ്ങാനും കൂടി എടുക്കുന്നൊരു സമയം. അതൊരു 3-3.5 മണിക്കൂർ എടുക്കും അത് കയറി ഇറങ്ങാനായിട്ട്. അത് ഈ വെയിലത്ത് നടക്കത്തില്ല. രണ്ടാമത്തെ കാരണം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഉള്ള കാര്യം തുറന്നു പറയാം. കാരണം എന്താ വെച്ചാൽ അതിന് വരുന്ന ചാർജ് അറൗണ്ട് $300 അടുത്ത്, 300-നേക്കാളും കൂടുതലാണ്. അതായത് പല സമയങ്ങൾ കയറണതിന്, വീക്കെൻഡ് കൂടുതലാണ്, പിന്നെ ഉച്ചതിരിഞ്ഞ് വൈകിട്ട് കയറുന്നതിന് കൂടുതലാണ്, പുലർച്ചെ കയറുന്നതിന് കൂടുതലാണ്. ഡെയിലി കയറുമ്പോഴാണ് ഏറ്റവും കുറവ്. അത് തന്നെ വരും അറൗണ്ട് $300, വിച്ച് ഈസ് നമ്മുടെ ഒരു 15,000 രൂപ വരും. അതല്ല പിന്നെ ബാക്കിയൊക്കെ $400, $375 ഒക്കെയാണ് പുലർച്ചെയും വൈകിട്ടൊക്കെ കയറുന്നതിന്. അപ്പം അത്രയും പൈസ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇവനെയും എടുത്തുകൊണ്ട് കയറുക എന്ന് പറയുന്നത് എന്തായാലും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്പെഷ്യൽ ഡ്രസ്സൊക്കെ തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് തോന്നുന്നൊരു ലൈഫ് ലൈൻ വയർ ബ്രിഡ്ജിനോട് കണക്ട് ചെയ്യും, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴാണ്ടിരിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ വെച്ച് ആ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു 3-3.5 മണിക്കൂർ എടുത്തിട്ടാണ് പതുക്കെ ഇത്രയും ഹൈറ്റ് കയറി എത്തണം. കയറി എത്തി ഇറങ്ങി തരുകയും വേണം. ഞാനീ പറഞ്ഞ ആർച്ചിന്റെ ഏറ്റവും മുകളിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. ഞങ്ങൾ മാക്സിമം സൂം ചെയ്ത് നോക്കാം, കാണാൻ പറ്റുന്നുണ്ടോ അതൊന്ന് നോക്ക്. ഈ ബ്രിഡ്ജിൽ ഇനി ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ്ലി ആണല്ലോ, ഓരോ സമയത്തും ഓരോ കോസ്റ്റ്. അതുപോലെ തന്നെ ഡിസംബർ 25 തൊട്ട് ന്യൂ ഇയർ കഴിയുന്നവരുള്ള ആ ഒരു സമയത്ത് അത് കുറച്ചും കൂടെ കോസ്റ്റ് കൂടും. ബിക്കോസ് അപ്പോഴാണ് ഇവിടെ ടൂറിസ്റ്റിൻ്റെ തള്ളിക്കയറ്റം. അതിനൊരു കാരണമുണ്ട്. സിഡ്നിയിലത്തെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആണ്, വേൾഡ് ഫേമസ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ന്യൂ ഇയർ ആഘോഷിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. എന്നുവെച്ചാൽ ആദ്യം സണ്ണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷം ഭയങ്കര വലുതാണ്. അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഈ സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. കാരണം വെച്ചാൽ ഈ ബ്രിഡ്ജിൽ നിന്നാണ് ഫയർ വർക്ക്സും ഇതിൻ്റെ ചുറ്റുവട്ടത്തിലാണ് ഫുൾ ആഘോഷങ്ങൾ ന്യൂ ഇയറിൻ്റെ. ഈവനിങ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ്, നല്ല സുഖിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്.
പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഈ നട്ടുച്ചയ്ക്ക് വന്ന് കയറിയതുകൊണ്ട് വെയിൽ ഇച്ചിരി കഠിനമാണ്. പക്ഷേ എന്നാലും ഈ ഹാർബറിൻ്റെ അടുത്തോട്ട് നല്ല കാറ്റൊക്കെ വന്നപ്പോൾ നല്ല സുഖമുണ്ട്. അങ്ങനെ ഹാർബർ ബ്രിഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത ഐക്കോണിക് ബിൽഡിംഗ് ആയ ഒപ്പേറ ഹൗസിലേക്കാണ് അടുത്ത നടത്തം. കുറേ പോലീസുകാര് ബൈക്കൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് നിൽക്കുക, കുറേ പേര് ഇങ്ങനെ ലൈനിൽ നിൽക്കുക. എനിക്ക് തോന്നുന്നു എന്തോ VIP വരുന്നുണ്ട്, അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. VIP ആരാന്ന് ഇപ്പൊ പിടികിട്ടി എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലത്തെ ഒരു ബൗളറാണെന്ന് മനസ്സിലായി. മെഗിൽന്ന് എന്തോ ആണ് ഇവിടെ ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു. എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് യാതൊരു അവഗാഹവും ഇല്ലാത്തതുകൊണ്ട് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾ ആരാന്ന് തീരുമാനിക്കുക അത് ആരാണെന്ന്. അപ്പം അയാൾ പോയി, ഞങ്ങൾ ഒപ്പേറ ഹൗസിലെത്തി. അപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒപ്പേറ ഹൗസ്, സിഡ്നി ഒപ്പേറ ഹൗസ്. സിഡ്നിയുടെ ഒരു ഐക്കോൺ എന്ന് പറയാവുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. ഈ ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ കൺസേർട്ട് ഹാളുകൾ, തിയേറ്റേഴ്സ്, സ്റ്റുഡിയോസ്, പ്ലേ ഹൗസുകൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ മെയിൻലി. അപ്പോൾ അങ്ങനെ ഓരോ തിയേറ്ററിൽ ഇത്ര സീറ്റിംഗ് 300, 400 അങ്ങനെ കുറേ പെർഫോമിംഗ് ആർട്സ് നടക്കുന്നൊരു സ്ഥലമാണ് ഈ ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഏകദേശം 6000 ആൾക്കാർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഈ ഒപ്പേറ ഹൗസ്. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1973 ഇത് വന്നിട്ടുള്ളത് ഇവിടെ. ഇപ്പം ഞാനീ നിൽക്കുന്ന ഒരു പോയിന്റ് അല്ലേ, ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ 2 ഐക്കോണിക് ബിൽഡിങ്ങുകളുടെയും അല്ലെങ്കിൽ 2 ഐക്കോണുകളുടെയും നടുക്കിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഈ ഒരു സൈഡിൽ ഹാർബർ ബ്രിഡ്ജ്, ഇവിടെ ഒപ്പേറ ഹൗസ്. തൊട്ട് ഒപ്പേറ ഹൗസ് തൊട്ടു ഈ കാണുന്നത് മുഴുവൻ ടൈൽസാണ്. ഇതുമേ മഴ ചാറി തുടങ്ങി. പക്ഷേ വെയിലല്ല, ഒരു തരം മഴയും വെയിലും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ്. ഇപ്പം അത്യാവശ്യം മഴ ചാറുന്നുണ്ട്, അതോടെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കണേലത്തെ ഒരു സെക്യൂരിറ്റി പറഞ്ഞു എന്തോ സിഡ്നിയുടെ സിറ്റിയിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കെയർഫുൾ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു പേടി. അപ്പോൾ ഇനി തിരിച്ച് സിറ്റിയിലേക്ക് പോയിട്ട് ട്രെയിൻ എടുക്കാനും ബസ് എടുക്കാനും ഒരു ചെറിയ പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഒരു ഫെറി എടുത്തിട്ട് തിരിച്ച് പരാമട്ടയിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞൊരു ഒറ്റ ബിൽഡിംഗ് ആണെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ താഴെ ഇറങ്ങി വന്ന് ഈ ഒരു വ്യൂവിൽ നോക്കിയപ്പോഴേ മനസ്സിലായി അത് 3 കഷ്ണമായി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന്. അങ്ങനെ ഫെറിക്ക് വേണ്ടി വാഫിൽ വന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പൊ ഫെറി വന്നു, ഞങ്ങൾ കയറി. അങ്ങനെ ഫെറിയിലുള്ള യാത്ര തുടങ്ങി. മറ്റേ ഹാർബർ ബ്രിഡ്ജിൻ്റെയും ഒപ്പേറ ഹൗസിൻ്റെയും ഈ വമ്പൻ ഷിപ്പിൻ്റെയും ഒക്കെ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.
1 hour 6 minutes ജേണിയാണ്. കുറച്ച് നേരം ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഉള്ളിൽ പോയിരിക്കാന്ന് വെച്ചു. പുറത്തുനിന്ന് കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഐക്കിക്ക് അറിയാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഉള്ളിൽ വന്നിരുന്നു. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ എത്തും. അപ്പൊ അതുപോലെ എന്താ പറയാ, ഈ ഐസ്ക്രീമിന്റെ പുറത്തുള്ള ചെറി എന്നൊക്കെ പറയണ പോലെയായിരുന്നു. സിഡ്നി അട്രാക്ഷൻസിന്റെ പുറത്തുള്ള ചെറിയായിരുന്നു ഈ ഫെറിയിലുള്ള യാത്ര. അടിപൊളി വ്യൂ, ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.